ഇന്നത്തെ വീഡിയോയിൽ വേഗത്തിൽ ഡ്രോപ്പിലായ മറ്റൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1935-ലാണ്. ലിയോൺ മൊണോസനും മൗറിസ് ഫോക്കും തമ്മിലായിരുന്നു മത്സരം. മൊണോസൺ E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോക്സ് D6 മൂവ് ചെയ്യുന്നു. പെർക്ക് ഡിഫൻസ് ആണ്. വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് G6 മൂവ് ചെയ്യുന്നു. അടുത്തതായി വൈറ്റ് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതുവരെ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇപ്പോഴും രണ്ടുപേർക്കും ഏകദേശം തുല്യ സാധ്യതകൾ തന്നെയാണ്. ഇവിടെ ഇനി E6 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാണ് ബ്ലാക്കിന്റെ മെയിൻ മൂവ്. എന്നാൽ ബ്ലാക്കിന്റെ ഭാഗത്തു നിന്നും വലിയൊരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണ്. ബ്ലാക്ക് ഇപ്പോൾ E6 മൂവ് ചെയ്യുന്നില്ല, പകരം ബിഷപ്പിനെ G7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇത് വളരെ വലിയ ഒരു ഓപ്പണിംഗ് മിസ്റ്റേക്കാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആരംഭിക്കുകയാണ്. ബിഷപ്പ് പോയിച്ച് F7ലെ പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇതൊരു ബിഷപ്പ് സാക്രിഫൈസ് കൂടെയാണ്. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് പോയിച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് നൈറ്റ് പോയിച്ച് അറ്റാക്ക് ചെയ്യാണ്. നൈറ്റിനെ G5ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഈ ചെക്കും വളരെ സ്ട്രോങ് ആണ്. കാരണം ബ്ലാക്കിന് ഇപ്പോൾ 3 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കിങ്ങിന് E8ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ F8ലേക്ക് മൂവ് ചെയ്യാം, അതുമല്ലെങ്കിൽ F6ലേക്ക് മൂവ് ചെയ്യാം. കിങ് ഇപ്പോൾ E8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അടുത്ത മൂവിൽ നൈറ്റ് E6ലേക്ക് വരുന്നതോടെ ബ്ലാക്കിൻ്റെ ക്വീൻ ട്രാപ്പിലാകും. അല്ലാതെ കിങ് F8ലേക്ക് മൂവ് ചെയ്താലും നൈറ്റ് E6ലേക്ക് വന്ന് ഫോർക്കും ചെക്ക് വരുന്നതോടെ ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ 2 സ്ക്വയറിലേക്കും പോകുന്നില്ല, പകരം കിങ്ങിനെ F6ലേക്ക് മൂവ് ചെയ്യുന്നു. എന്നാൽ ഈ 3 ഓപ്ഷനുകളിൽ ഏറ്റവും മോശം ഓപ്ഷനായിരുന്നു അത്. കാരണം അടുത്ത മൂവിൽ ക്വീൻ F3ലേക്ക് ഒന്ന് ചെക്ക് വന്നതോടെ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആകുകയായിരുന്നു. നൈറ്റിനിപ്പോൾ ബിഷപ്പിൻ്റെ സപ്പോർട്ടുണ്ട്. ഈ സ്ക്വയറിലേക്ക് പോണിന് കൺട്രോളുണ്ട്. ഇവിടേക്ക് നൈറ്റിനും കൺട്രോളുണ്ട്. ഈ പൊസിഷനിൽ ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ചെറിയൊരു മിസ്റ്റേക്കാണ് ഈ ഗെയിം വേഗത്തിൽ തോക്കാൻ കാരണമായത്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.